പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS പ്ലസ് 2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 21ാമത്തെ ചാപ്റ്ററാണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അധ്യായമാണ് അവതരിപ്പിക്കുന്നത്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ പൊതുജനാഭിപ്രായങ്ങളും അതേപോലെ തന്നെ സമ്മർദ്ദ ഗ്രൂപ്പുകളും എന്ന് പറയുന്ന ഭാഗമാണ്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് അവതരിപ്പിക്കുന്നത്. 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത കാലയളവിൽ പൊതു താല്പര്യം ഉണർത്തുന്ന വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഒരു നിശ്ചിത കാലയളവിൽ പൊതു താല്പര്യം ഉണർത്താൻ വേണ്ടിയിട്ട് സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ആർ പ്രഷർ ഗ്രൂപ്പ്? എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പ്? ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷികൾ കൂടാതെ നിരവധി സംഘടനകൾ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുന്നു. താല്പര്യ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. എല്ലാ ലിബറൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിലും പൗരന്മാരുടെ വ്യത്യസ്ത താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനേക ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ പരസ്പരവും ഗ്രൂപ്പുകളും സർക്കാരും തമ്മിൽ ഇടപെടുന്നു. സമ്മർദ്ദ താല്പര്യ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കിനെയും ലക്ഷ്യങ്ങളെയും കൂടുതൽ അർത്ഥമാക്കുന്നു. രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞു അധികാരത്തിന് വേണ്ടി പൊരുതുന്ന അംഗീകൃത ഔപചാരിക ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയ കക്ഷികൾ. അതേസമയം താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും അനൗപചാരികവും പരോക്ഷവുമായി പ്രവർത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് എക്സാമിൻ ദി റൂൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ പൊതുജനാഭിപ്രായത്തിന്റെ പങ്ക് എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ പൊതുജനാഭിപ്രായത്തിൽ പങ്ക് എന്ന് ഗവൺമെന്റിനെ നയിക്കുന്നു എന്നാണ്. ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കാനും ഗവൺമെന്റിനെ നയിക്കാനും പൊതുജനാഭിപ്രായം അത്യാവശ്യമാണ്. 2 നിയമനിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായം സമകാലീന പ്രശ്നങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ഗവൺമെന്റിനെ സഹായിക്കുന്നു. ഗവൺമെന്റ് എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായത്തിന്റെ സമ്മർദ്ദത്തിന് കീഴിലാണ്. ഇത് ഗവൺമെന്റിനെ അഴിമതി വിരുദ്ധമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. 3 ഒരു കാവൽ നായെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായം ഒരു കാവൽ നായെ പോലെ പ്രവർത്തിക്കുന്നു. പൊതുജനാഭിപ്രായം ഗവൺമെന്റിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാതെ ജാഗരൂകരാക്കാൻ സഹായിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ പൊതുജനാഭിപ്രായം സഹായിക്കുന്നുണ്ട്. 4 പറയുന്ന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നുണ്ട്. പൗരന്മാരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യ സംരക്ഷകനായി പൊതുജനാഭിപ്രായമുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ഗവൺമെന്റിനെ വിമർശിക്കുവാനും പിന്തുണക്കുവാനും അവകാശമുണ്ട്. പൊതുജനാഭിപ്രായം ജനങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ മാത്രമല്ല, അതിനോടൊപ്പം ഗവൺമെന്റിനെ സമകാലീന സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു. അതേപോലെ അന്തർദേശീയ തലത്തിൽ ശക്തമായ സംഘടനയായി പ്രവർത്തിക്കുന്നു. പൊതുജനാഭിപ്രായത്തിന് ലോകവ്യാപകമായി പ്രാധാന്യമുണ്ട്. പൊതുജനാഭിപ്രായം അന്തർദേശീയ ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ പല സാമൂഹ്യ പ്രശ്നങ്ങളും, ഉദാഹരണം മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി മലിനീകരണം, വർഗവിവേചനം, മതം, ബാലവേല നിരോധനം, തീവ്രവാദം, ലൈംഗികത എന്നിവയിൽ പൊതുജനാഭിപ്രായത്തിലൂടെ ഫലം കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് പൊതുജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇനി 4ാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊതു താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പൊതു നന്മ എന്ന ആശയത്തെ ആധാരമാക്കിയിട്ടാണ് രൂപം കൊള്ളുന്നത്. പൊതുവായി പ്രകടിപ്പിക്കുന്ന ഏത് അഭിപ്രായവും പൊതുജനാഭിപ്രായമാവില്ല. വസ്തുനിഷ്ഠമായ ചിന്തയും മനസ്സാക്ഷിയും ചേർന്നുണ്ടാകുന്നതാണ് പൊതുജനാഭിപ്രായങ്ങൾ. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായം ആകണമെന്നില്ല.
എന്നാൽ ഒരു രാജ്യത്തിലെ എല്ലാവരുടെ അഭിപ്രായം ഒന്നാകുമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ലാത്തത് കൊണ്ടാണ് പൊതുജനാഭിപ്രായം ഏകകണ്ഠ അഭിപ്രായം ആകണമെന്ന നിർബന്ധവുമില്ല. ഒരു അഭിപ്രായം പൊതുജനാഭിപ്രായമായി തീരണമെങ്കിൽ അത് സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി ന്യൂനപക്ഷം കൂടി അംഗീകരിക്കണമെന്ന് സമ്മതിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായിരിക്കണം എന്നാണ്. ഇനി അഞ്ചാമത്തെ, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ്. പൊതുജനാഭിപ്രായത്തിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യങ്ങൾ? പൊതുജനാഭിപ്രായം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വഴി കാട്ടുന്നു. പൊതു നന്മക്കായി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെന്റിനെ സഹായിക്കുന്നു. പൊതുജനാഭിപ്രായം ഒരു കാവൽ നയം പോലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നു. ഇത് ഗവൺമെന്റിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ആറാമത്, ഡിസ്ക്രൈബ് ദി വേരിയസ് ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായത്തിന്റെ വ്യത്യസ്ത ഏജൻസികളെ വിശദീകരിക്കുക. ഒന്ന്, രാഷ്ട്രീയ സാമൂഹികരണമാണ്. ആധുനിക സമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് ഉതകുന്ന നിരവധി ബഹുജന മാധ്യമമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടാണ് വർത്തമാന പത്രങ്ങളുണ്ട്. വർത്തമാന മാധ്യമം, പ്രത്യേകിച്ചും വർത്തമാന പത്രങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ അഭിപ്രായ രൂപീകരണ മാധ്യമം. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുറമെ പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ, അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ തുടങ്ങിയ അവതരിപ്പിക്കുന്നതും പത്രങ്ങളുടെ പതിവാണ്. പൊതുകാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പത്രത്തിലുണ്ട്. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതും പത്രത്തിന്റെ കടമയാണ്. 3, രാഷ്ട്രീയ കക്ഷികളാണ്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി രാഷ്ട്രീയ കക്ഷികളാണ്. ജനങ്ങളിലേക്ക് ആശയങ്ങളും വസ്തുതകളും എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. 4, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാല പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ സമകാലിക വീക്ഷണങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വീക്ഷണം വിപുലീകരിക്കാനും പ്രശ്നങ്ങളിൽ വിമർശനപരമായ തീർപ്പ് കൽപ്പിക്കാനുമുള്ള കഴിവ് വളർത്താനും വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്. പിന്നെ സിനിമ, റേഡിയോ, TV തുടങ്ങിയവർക്ക് നിരക്ഷരെ പോലും സ്വാധീനിക്കാൻ കഴിയും. പിന്നെ റേഡിയോ ആൻഡ് TV ആണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളായ റേഡിയോയും ടിവിയും സാമൂഹ്യ ജീവിതത്തെ പ്രതിഫലിക്കുന്നു. പത്രമാധ്യമങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരെ മാത്രമേ സ്വാധീനിക്കുള്ളൂ. പക്ഷേ റേഡിയോയും ടിവിയും പോലുള്ള മാധ്യമങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ജനങ്ങളിലെ സമകാലീനമായുള്ള സന്ദേശങ്ങൾ കൈമാറുകയും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. റേഡിയോയും ടിവിയും പോലുള്ള മാധ്യമങ്ങൾ സമൂഹത്തിൽ ഒരു പുതിയ സാമൂഹ്യ ക്രമം ഉണ്ടാക്കുകയും സമൂഹത്തിലെ ദുരാചാരങ്ങളെ മാറ്റാനുള്ള ശക്തമായ ഒരു ആയുധമായി മാറുകയും ചെയ്യുന്നു. പിന്നെ പൊതുസമ്മേളനമാണ്, പബ്ലിക് മീറ്റിംഗ്. പൊതുസമ്മേളനങ്ങൾ പൊതുജനാഭിപ്രായത്തിൽ നേരിട്ടറിയാനുള്ള ഒരു ഉപാധിയാണ്. അതിലൂടെ സാമൂഹിക, സാംസ്കാരിക, ഭൗതിക, രാഷ്ട്രീയ പ്രവർത്തനത്തെ ശ്രദ്ധയോടെ രൂപീകരിക്കാൻ സാധിക്കുന്നു. പൊതുസമ്മേളനങ്ങൾ, ചർച്ചകൾ, സിംബോസിയം, സെമിനാർ എന്നിവയുടെ പൊതുജനങ്ങളോട് സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ അഭിപ്രായം ശേഖരിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി 7ാമത്തെ ചോദ്യമാണ്, അനലൈസ് ദി ഹിൻഡ്രൻസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൗണ്ട്. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്. നല്ല ഒരു പൊതുജനാഭിപ്രായ രൂപീകരണത്തിലുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ശക്തമായ പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സത്യസന്ധമില്ലാത്ത പത്രങ്ങൾ, വസ്തുതാവിരുദ്ധമായ വാർത്താ ഏജൻസികൾ, അന്ധവിശ്വാസങ്ങൾ, മതാന്ധത വിഭാഗവും, സാമുദായിക വീക്ഷണം, പൗരസ്വാതന്ത്ര്യങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, വളരുന്ന നിരക്ഷരത, രാഷ്ട്രീയ ലംബം എന്നിവയാണ് അതിലുള്ളത്. പിന്നെ തൽപര ഗ്രൂപ്പുകൾ. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സജീവ പങ്കുവയ്ക്കുന്ന ഒരു വിഭാഗമാണ് തൽപര ഗ്രൂപ്പുകൾ. ഏത് രാഷ്ട്രീയ സംവിധാനത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് തൽപര ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ്. ചില പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രൂപീകരിക്കുന്ന ഗ്രൂപ്പാണ് തൽപര ഗ്രൂപ്പ്. നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവ നിലകൊള്ളുന്നത്. തൽപര ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളുമുള്ള ജനാധിപത്യത്തിൽ ഒന്നിനെ മറ്റൊന്നിന് പകരമായി കരുതാറുണ്ടെങ്കിലും സത്യത്തിൽ 2 വ്യത്യസ്ത അർത്ഥതലത്തിലുള്ള ഭിന്ന ഗ്രൂപ്പുകളാണ്. കർഷകർ, വ്യവസായിക തൊഴിലാളികൾ, വാണിജ്യം, വ്യാപാര നിയമം, ചികിത്സ, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന താല്പര്യ ഗ്രൂപ്പുകൾ സമൂഹത്തിന്റെ പ്രത്യേക വിഭാഗത്തിൽ ജീവിക്കുന്നവരുടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പ്രതിദാനം ചെയ്യുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് ഭരണഘടനാതീതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ സമ്മർദ്ദ ഗ്രൂപ്പുകളും താല്പര്യ ഗ്രൂപ്പുകളാണ്. എല്ലാ താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളല്ലതാനും താല്പര്യ ഗ്രൂപ്പ് എന്ന പ്രയോഗം അവ്യക്തമാണ്. സമ്മർദ്ദ ഗ്രൂപ്പുകാരൻ കാണാൻ സമ്മർദ്ദവും നിർബന്ധവും ദുസ്സാധീനവും ഉപയോഗിക്കുന്നത് കൊണ്ട് സമുചിതമാണ് ആ പദപ്രയോഗം. ഇനി 8ാമത്തെ ചോദ്യമാണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. താല്പര്യ ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന വിപുലമായ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയ പാർട്ടി യഥാകാലം ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ നയപരിപാടികൾ സമർപ്പിക്കുകയും ഗവൺമെന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ താല്പര്യ ഗ്രൂപ്പ് ഇത്തരം കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാറില്ല. 3. ഗവൺമെന്റ് രൂപീകരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പൊതു നയപരിപാടികൾക്ക് രൂപം കൊടുക്കാനാണ് താല്പര്യ ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അംഗത്വം ആ പാർട്ടിയെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഒരേ സമയം ഒരാൾക്ക് ഒരു പാർട്ടിയുടെ അംഗമാകാൻ കഴിയും. എന്നാൽ അയാൾക്ക് ഒരു സമയം പല താല്പര്യ ഗ്രൂപ്പുകളിൽ അംഗമാകാനാണ്. ഇനി 9ാമത്, ഇവാലുവേറ്റ് ദി മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദി പ്രഷർ ഗ്രൂപ്പാണ്. സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രവർത്തന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് നയങ്ങളെ സ്വാധീനിക്കാൻ പലവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. താല്പര്യ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ 2 വളരെ പ്രധാനപ്പെട്ടാണ്. 1. ഗവൺമെന്റ് വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും നേരിട്ട് സ്വാധീനിക്കുക. 2. വ്യക്തികൾ, രാഷ്ട്രീയ കക്ഷികൾ, പൊതുജനാഭിപ്രായം എന്നിവ വഴി ഗവൺമെന്റിനെ പരോക്ഷമായി സ്വാധീനിക്കുക. സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ തന്ത്രങ്ങൾ താഴെ പറയുന്നതാണ്. 1. നിയമസഭാ സാമാജികർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ സ്വാധീനിക്കുകയും സംവിധാനവർത്തിക്കുകയും ചെയ്യുക. 2. പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണങ്ങളും ആശയമാധ്യമങ്ങൾ വഴി ബഹുജനാഭിപ്രായം സ്വരൂപിക്കുക. 3. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രൂപ്പുകൾക്കും സാമ്പത്തിക സഹായം നൽകി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക. 4. രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം കമ്മിറ്റിയുമായോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയുമായി സമ്പർക്കം പുലർത്തി അവരുടെ പ്രകടന പത്രികയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. 5. നിയമസഭാ സമാജകരുമായി ചർച്ചകൾ ഏർപ്പെടുക. നിയമസഭാ കമ്മിറ്റിയുടെ തെളിവെടുപ്പുകൾ സഹകരിക്കുക. കത്തിടപാടുകൾ, ടെലഗ്രാം മുതലായ വഴി നിയമസഭാ സമാജികൾ ഓരോ തർക്ക വിഷയങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുക മുതലായവ വഴി നിയമനിർമ്മാണത്തിൽ സ്വാധീനിക്കാൻ കഴിയും. പാസാക്കിയ നിയമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് പ്രവർത്തിക്കുകയും കോടതികളിൽ ഗവൺമെന്റ് നടപടികളുടെ സാധ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. 7. നിയമസഭാംഗങ്ങൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും കോഴ കൊടുത്ത് ഗവൺമെന്റ് നയങ്ങളെ സ്വാധീനിക്കുക. വിച്ച് ആർ ദ മേജർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രമുഖ താല്പര്യ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഏതെല്ലാം? മറ്റു ജനാധിപത്യ രാജ്യങ്ങളെ പോലെ ഇന്ത്യയിലുമുണ്ട് താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും. ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുണ്ട്. 1. ബിസിനസ് ഗ്രൂപ്പാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുസംഘടിതമായ സമ്മർദ്ദ ഗ്രൂപ്പ് ബിസിനസ്സുകാരാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിൽപ്പെടുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പോലുള്ള സംഘടനകൾ വഴിയാണ് ബിസിനസ്സുകാർ ഗവൺമെന്റ് നയങ്ങളെ സ്വാധീനിക്കുന്നത്. ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്ന ചേംബറുകളാണ്. മിക്ക പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്കും ചില വൻകിട പത്രങ്ങളുമായി ബന്ധമുണ്ടായിരിക്കും. സ്വന്തം താല്പര്യങ്ങൾ പരീക്ഷിച്ച് അവർ ഈ പത്രങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിലാളി സംഘടനകളാണ്. ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. INTC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും CIT കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭാരതീയ മസ്ദൂർ സഭ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പോഷകഘടകങ്ങളാണ്. യൂണിയനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ളവരാണ്. നിയന്ത്രണം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലാണ്. രാഷ്ട്രീയ കാലഘട്ടം അവരുടെ സാമൂഹ്യപരമോ സ്വതന്ത്രരാഷ്ട്രമായ സംഘടനകളാണ്. ഇനി അടുത്ത സാമൂഹ്യപരമോ സ്വാതന്ത്ര്യനിഷ്ഠമായ സംഘടനകൾ ഏതൊക്കെ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മതം, ജാതി, ഭാഷ, പ്രദേശം എന്നിങ്ങനെ സാമുദായികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറെ സംഘങ്ങൾ രൂപം കൊണ്ടു. സമൂഹപരമോ സ്വതന്ത്രാധിഷ്ഠമായ സംഘങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം അവ സാമൂഹിക ധർമ്മികളാണെന്നാണ്. 2ാം വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വ പ്രത്യേക പദവി, മറ്റു സമുദായങ്ങൾക്കെതിരെ തങ്ങൾക്ക് ഉത്കർഷമോ മുൻഗണനയോ നൽകൽ എന്നിങ്ങനെയുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘ്, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവ ഹിന്ദുക്കൾക്കിടയിലും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾക്കിടയിലും ഓൾ ഇന്ത്യ സിഖ് സ്റ്റുഡന്റ് ഫെഡറേഷൻ സിഖുകാർക്കിടയിലും പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളാണ്. ഇവർ തങ്ങളുടെ സമുദായത്തിലെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തങ്ങളുടെ മൂല്യവ്യവസ്ഥ പ്രകാരം രാഷ്ട്രീയ പ്രക്രിയയിലും ഇടപെടുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പിന്നെ സംഘടനാ സംഘങ്ങളാണ്. ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളാണ്. ബ്യൂറോക്രസിയും ഗവൺമെന്റിന്റെ ഭാഗമാണ്. പിന്നെ അഡ്ഹോക്ക് സംഘങ്ങളാണ്. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ രൂപം കൊള്ളുന്ന സംഘങ്ങളുടെ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ അവർ സജീവമോ സംഘടിതമോ ആയി പ്രവർത്തിക്കുന്നു. ഒരു പുസ്തകമോ പ്രവർത്തനമോ നിരോധിക്കണമെന്നോ ഒരു സ്കൂളോ കോളേജോ ആശുപത്രിയോ ആരംഭിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കുന്ന സംഘങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തൊരു സംശയം ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ ലഭിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈഡുകൾ എല്ലാ വിഷയത്തിന്റെ മലയാളത്തിൽ ആവശ്യമുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്.
നാട്ടിലുള്ളവർക്കും ഗൾഫിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആഴ്ചയിൽ 6 ദിവസം നൽകുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഓൺലൈനായിട്ട് വീട്ടിൽ പരീക്ഷ എഴുതുന്ന SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.